ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നമ്മളപ്പോൾ ഇന്ന് വീക്കെൻഡ് ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഏകദേശം 5 മണി ആയി കാണും. ഈവനിങ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചായ കുടിക്കുക, ഫിഷിങ് ചെയ്യുക, പിന്നെ ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോയാൽ കിടന്ന് ഉറങ്ങുക. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷിംഗ് കലാപരിപാടി കൊണ്ട് ആരംഭിക്കാം. ഫിഷിംഗ് റോഡും ഹുക്സും സാധനങ്ങളൊക്കെ സെറ്റാക്കി ക്യാമറ ഡാഡിയുടെ കയ്യിൽ കൊടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറഞ്ഞ് അങ്ങ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ബീച്ചിലിറങ്ങി. ആദ്യത്തെ പറഞ്ഞ ഏട്ടാ അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ 2 ഏട്ടേനെയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഹാർബറിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക എന്നുള്ളത് പറ്റാത്ത കാരണം കൊണ്ട് എല്ലാവരും കൊണ്ട് അന്ന് ഹാർബറിലേക്ക് പോയി. ഒരു ഭയങ്കര ഫിഷിങ് തന്നെയായിരുന്നു അവിടെ. നമ്മളല്ല, അവിടെ വന്നവരെല്ലാവരും. കുറേ നേരമൊക്കെ നമ്മളവിടെ ഫിഷിങ് ചെയ്തു. അങ്ങനെ നമുക്ക് മീനൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ബാക്കിയുള്ളവർക്ക് മീനൊക്കെ കിട്ടുന്നില്ലേ എന്നുള്ളത് അന്വേഷിച്ച് നടന്നു കുറച്ച്. പിന്നെ കുറേ ബോട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മീൻ കിട്ടുന്നില്ല എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവരുടെ ക്ഷേമ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ നിന്ന് വിട്ടു പോകാമെന്നുള്ളത് നോക്കാൻ നിന്നപ്പോഴാണ് നമ്മൾ വേറൊരു കാഴ്ച കണ്ടത്. ഇവിടെ ഒരു ഹുക്കനെ ഇട്ടിട്ട് ഒരു മീനെ പോലും കിട്ടാണ്ടിരിക്കുമ്പോൾ 2 ഹുക്ക് ഇട്ടിട്ട് 2 മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗഡീനെ കണ്ട ഞാനിവിടെ. അതന്നത്തെ ദിവസം തന്ന ട്രോമ ഒരു വലിയ ട്രോമയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് പ്രഭാഷകൻ്റെ വലിയൊരു പ്രോവർബ് ഓർമ്മ വന്നത്: ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഇനി അവിടെ നിന്നാൽ നമ്മൾ കരഞ്ഞു പോകും. അത് കാരണം ഞാൻ അവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചു. അതൊക്കെ അവിടെ വെച്ചിട്ട് നമുക്കന്ന് ബീച്ചിലേക്ക് തിരിച്ചു പോകാമെന്ന് നോക്കുമ്പോൾ ഒരു ബോട്ട് വരണ കണ്ടു. അങ്ങനെ ഞങ്ങൾ ആ ബോട്ടുകാരോട് അന്വേഷണമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് പോയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.